ഇതെല്ലാവർക്കും കോഴിക്കോട് ജില്ലയിൽ എല്ലാവർക്കും പരിചയകരമായ പയ്യോളിയാണ് സ്ഥലം. അവിടെയുള്ള ബ്ലോക്കാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരാൾ പോലും വന്നില്ലല്ലോ. അതാണ് എൻ്റെ സങ്കടം. ഇതിനെതിരെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട പൊതുമരാമത്ത് വകുപ്പേ, നിങ്ങൾ ഇത് കാണുന്നില്ലേ? ഈ ഒരു ബ്ലോക്കും ഈ ഒരു വെള്ളം കെട്ടി നിന്ന ആ ഒരു അവസ്ഥയും. ഇപ്പോൾ നമ്മൾ ഈ വടകര മുതൽ കോഴിക്കോട് വരെ പോകുന്ന വഴിയിൽ റോഡ് ഏതാണ് തോട് ഏതാണ് എന്ന് പോലും മനസ്സിലാകാത്ത ഒരു അവസ്ഥയാണ്. എൻ്റെ മനസ്സിനെ അത്രയും വിഷമിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. ആ ഒരു ഗതാഗത കുരുക്കും കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത്. ഞങ്ങളുടെ തൊട്ടു മുമ്പിൽ പോയ റിക്സ് വണ്ടി വെള്ളത്തിന്റെ ഉള്ളിലേക്ക് ആ ഒരു വലിയ കുഴിയിലേക്ക് പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ ആ ഒരു പുകക്കുഴിയിലേക്ക് വെള്ളം കയറി ഫുള്ള് കരിയും ഒക്കെയാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഞങ്ങൾക്കത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു വണ്ടിക്ക് എങ്ങനെയെങ്കിലും ആ വണ്ടിയെ ഞങ്ങൾക്ക് രക്ഷിക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഇത് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബ്ലോക്ക് ആവുകയും എല്ലാം പ്രശ്നമാവുകയും ചെയ്യും. വെറും 2 ലോഡ് മണ്ണിന്റെ ഒരു കാര്യമേ ഉള്ളൂ അവിടെ. എന്നെ അത്രയും വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിക്കാൻ വന്നില്ല. അവിടെ ആ റോഡ് പണിക്ക് ഇട്ടിരിക്കുന്ന ആ ഒരു 2 ലോഡ് മണ്ണെങ്കിലും അവിടെ ഒന്ന് എടുത്തിട്ടാൽ മതി. ഒരു അപകടം നടന്നിട്ടല്ല അതിനുവേണ്ടി പരിഹാരം കണ്ടെത്തേണ്ടത്. അപകടം നടക്കുന്നതിന് മുമ്പെയാണ്. ഇത് മറ്റെവിടെയുമല്ല, കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിലാണ്. കൺമുമ്പിൽ ഇങ്ങനെയുള്ള അപകടങ്ങളും എത്രയോ ബൈക്കുകളും വണ്ടികളും ഒക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുന്നു. എന്നാൽ അത് നോക്കി നിൽക്കാൻ പറ്റുന്ന ആ ഒരു നിസ്സഹായതയിൽ നിന്ന എൻ്റെ ആ ഒരു മനസ്സാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു എത്തിക്കുന്നത്. ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഒരു ആംബുലൻസ്, അത്രയും രോഗികളെ കൊണ്ടുവരുന്ന ഒരു ആംബുലൻസ് അതിലെ പോകുന്ന ആ ഒരു അവസ്ഥയൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് എൻ്റെ ഒരു പിഞ്ചു മനസ്സിന്റെ അപേക്ഷയാണ്. എങ്ങനെയെങ്കിലും ഈ ഒരു അപേക്ഷ കൈക്കൊണ്ട് നിങ്ങൾ ഇതിനെതിരെ എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുമെന്ന ആ ഒരു ആഗ്രഹത്തോടെ ഞാനിവിടെ നിൽക്കുന്നു. നന്ദി.